ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ തോളിൽ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഇതൊരു വലിയ ഉപദേശമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞത് വലിയൊരു ഉപദേശമാണ്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ആകണം ആരെപ്പോലെ? ഒരു സഞ്ചാരിയെ പോലെ, ഒരു യാത്രക്കാരനെ പോലെ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പുറപ്പെടുന്ന ആളെ പോലെ. ആ യാത്രക്കാരൻ ആ യാത്രയ്ക്ക് ആവശ്യമായത് മാത്രമേ ശേഖരിച്ച് അവൻ യാത്ര പുറപ്പെടുക. ആ യാത്രയ്ക്ക് ഒരു തീരുമാനമുണ്ട്, അതിനൊരു അന്ത്യമുണ്ട് എന്നതുപോലെ ഈ ദുനിയാവിൽ നീ ജീവിക്കുന്നത് ഒരു യാത്രക്കാരനായിട്ടാണ്. ഈ യാത്രയ്ക്ക് ഒരു അന്ത്യമുണ്ട്. ഈ യാത്ര കഴിഞ്ഞാൽ നീ മറ്റൊരു സ്ഥലത്തേക്ക് വേറെ യാത്ര. ഇത് നിന്റെ ചിന്തയിലുണ്ടാകണം. നീ മറ്റൊരു യാത്ര, നീ ഒരു യാത്രക്കാരനാണ്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒന്നുകിൽ യാത്രക്കാരനെ പോലെ, അല്ലെങ്കിൽ ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഇടയിൽ ഒരു വിശ്രമിക്കാൻ ഒരു താവളം കണ്ടെത്തി ആ വിശ്രമത്താവളത്തിൽ വിശ്രമിക്കുന്നത് പോലെ അതിൽ കവിഞ്ഞൊരു സമയം നിനക്ക് ഈ ദുനിയാവിലുണ്ട് എന്ന് നീ വിചാരിക്കരുത് മോനെ. ഈ ദുനിയാവിൽ നിനക്ക് അതിൽ കവിഞ്ഞൊരു ഒരു താമസമുണ്ട് എന്ന് കരുതരുത് മോനെ. ഇത് നമുക്കൊക്കെ പാഠമാണ്. നമ്മളോട് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു തന്നതാ. നാം എപ്പോഴും എന്തു ചെയ്യണം? മൂത്തു ഖബലൽ മൂത്തു, മരിക്കുന്നതിന് മുമ്പ് മരിക്കുക. മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്ന ആത്മഹത്യ എന്നല്ല, മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കുക. മരണത്തെ ഓർക്കും തോറും മരണഭയം നമ്മളിൽ ഉണ്ടായാൽ മറ്റുള്ള എല്ലാ തെമ്മാടിത്തരത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ നിന്ന് അകന്നു പോകാൻ അത് കാരണമാകും. അത് കലാകാരനാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, എവനാണെങ്കിലും മരണചിന്ത മുഴുനീളെ അവനിലുണ്ടോ അവൻ നന്നായിരിക്കും, ഉറപ്പാണ്. മരണചിന്തയില്ലേ അവൻ എന്നും ദുനിയാവിനും എവിടെയും എപ്പോഴും നാശകാരിയായിരിക്കും. അപ്പോൾ ചിന്തയാണ് ഒരു മനുഷ്യൻ നന്നാകാനുള്ള ഏറ്റവും നല്ല മാർഗം. അത് തന്നെയാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണചിന്തയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.